സംഭവിക്കാനുള്ളത്. അതിനോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് ടോമി അവൻ്റെ 50ാമത്തെ സിനിമയാണ്. 50ാമത്തെ സിനിമയ്ക്ക് വേണ്ടി 50 പടങ്ങളിലും ചെയ്യാത്തത്ര തന്നെ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അത് 100 മേനി വിളഞ്ഞു എന്ന് വേണം പറയാം. ഒരുപാട് സന്തോഷത്തിലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ബ്ലെസ്സിസാറോട് എനിക്ക് ഒത്തിരി ഓർമ്മകൾ എനിക്ക് വരുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് പോയി കാണുന്ന ഒരു സംവിധായകനാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു 10-15 വർഷം കൽക്കട്ട ന്യൂസിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി അദ്ദേഹം കൽക്കട്ടയിൽ വന്ന സമയത്താണ്. അപ്പൊ അന്ന് സിനിമാ മോഹമായിട്ട് നടന്ന സമയത്ത് ഞാൻ കള്ളം പറഞ്ഞില്ല. ഞാൻ ബ്ലെസ്സിസാറിന്റെ സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ, തന്മാത്രയിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരാളോട് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. അവർ വിശ്വസിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പൊ എനിക്ക് കാരണം നടനാവാൻ പറ്റുമെന്നുള്ളത് തോന്നലുണ്ടാക്കി അങ്ങനെയാണ്. പിന്നീട് അദ്ദേഹം കൽക്കട്ടയിൽ ഇരിക്കുന്നത് അദ്ദേഹത്തെ പോയി കാണുകയും ഈ മോഹമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു 10-18-20 വർഷത്തോളം സ്ട്രഗിൾ ചെയ്തതാണ് എൻ്റെ ആദ്യ സിനിമ സംഭവിക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സിനിമ നോക്കാമെന്ന് പറഞ്ഞു. ഒരു ആഗ്രഹമുണ്ട്, അത് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി തിയേറ്ററിൽ 2 ആഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. ശരിക്കും തീരുമാനിച്ചിട്ടുണ്ട്. സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ ചിയോടികൾക്ക് എനിക്ക് വേണ്ടി മാണിക്യത്തിന് വേണ്ടി മോഷ്ടിച്ച മണിയനോടും അത് ആദ്യം മനസ്സിൽ മാണിക്യത്തെ സൃഷ്ടിച്ച സുജിത്തേട്ടനോടും സ്ക്രീനിലേക്ക് എന്നെ ക്ഷണിച്ച ജിബിനോടും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സിനിമയിൽ 118ഓളം ദിവസം ഞങ്ങളോടൊപ്പം നിന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം, അതിലുള്ള എല്ലാ മേഖലയിലുള്ള ഫുഡ് വരെ വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. വലിയൊരു സിനിമയാണ്, വലിയൊരു അനുഭവം കൂടെ ആയിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു ഇത് വന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം കാണിച്ചിരുന്നു. അപ്പോൾ സുരഭി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു എന്താ പറയാ ഇൻസ്റ്റാഗ്രാം റീലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നാവ് പൊന്നാകട്ടെ, പക്ഷെ നീ നശിച്ചു നോക്കുമെന്നുള്ളത് ഇങ്ങനെയുള്ള കല്ല് വെച്ച നുണ പറയുന്നതിന് ഉള്ളത്. എന്തായാലും അത്തരത്തിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു നടിയായിട്ട് വരാനിരിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്കിതിലുള്ള ഒരു അനുഭവം ബിബുചേട്ടനോടും അതുപോലെ മനുമഞ്ജിത് ചേട്ടനോടും ഒക്കെ ഉള്ള ഒരു നന്ദിയുണ്ട്. അങ്ങുവാന കോണിലെ എന്നുള്ള ആ ഒരു പാട്ടിൽ ഇപ്പോഴും കുട്ടികളല്ല, ഇപ്പൊ ഒരു നഴ്സറിയിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട് പോലെ എല്ലാ മക്കളും ഡെയിലി അയച്ചു തരും. എൻ്റെ ഒരു കൂട്ടുകാരിന്റെ സുജേട്ടൻ എൻ്റെ മക്കളൊന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവര് വീഡിയോ കോൾ വിളിച്ചിട്ട് പറയും, ഉമ്മേന്റെ ഫ്രണ്ട് അല്ലേ ARMിലെ അമ്മുമ്മ, അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്ന് അമ്മുമ്മനോട് പാടിത്തരാൻ പറയുന്നത് വീഡിയോ കോൾ.
എന്റെ മുത്തശ്ശിന്റെ മുണ്ടും ഇതൊക്കെ എടുത്ത് പൗഡറൊക്കെ തലയിൽ തേച്ചിട്ട് അത് വരച്ച് കാണുകയും അതുപോലെ തന്നെ ഒരു നല്ല കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം. ഇപ്പോ അവനോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൻ കള്ളനാവാനാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മണിയൻ എന്നുള്ള കഥാപാത്രം അത്രയേറെ ആളുകളിലേക്ക് എത്തിയത്. ഇത്തരം ഈ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ള സമ്മാനം. താങ്ക് യു സോ മച്ച്.